നിങ്ങൾ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 2001 ജൂൺ 22-ന് മംഗലാപുരത്ത് ചെന്നൈയിലോട്ട് പുറപ്പെട്ട മംഗലാപുരം ചെന്നൈ മെയിലിന്റെ 3 ബോഗി കടലുണ്ടി പാലത്ത് വീഴുകയും 59ഓളം പേര് മരണത്തിനുണ്ടാക്കിയ വലിയൊരു ദുരന്തം നടന്ന നാടാണ് കടലുണ്ടി. ഇന്ന് പക്ഷേ കടലുണ്ടി ശാന്തമാണ്. അവിടെ മനോഹരമായിട്ടുള്ള റിവർ ടൂറിസം എന്ന് പറഞ്ഞ ഒരു അടിപൊളി പരിപാടിയുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെന്നൈയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന വലിയൊരു സംഘം മൊത്തം വയനാട് ഒരു കല്യാണത്തിനായിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ കടലുണ്ടി കൊണ്ടുപോയത്. കടലുണ്ടി റിവർ ടൂറിസം എന്ന് പറഞ്ഞ അടിപൊളി പരിപാടിയുണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ആൾക്കാരും എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. ഇത് രാജേട്ടൻ നമ്മുടെ വില്ലേജ് ടൂറിസത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ രാജേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അവിടെ 2 റൂമുണ്ട്. ഈ റൂമും താമസവും അതുപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡാണ്. ഞണ്ട് കറിയും അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതും ചപ്പാത്തിയും പത്തിരിയും ഈ വക എല്ലാ സാധനവും ഉണ്ട്. അതുപോലത്തെ രാവിലത്തെ ഭക്ഷണമുണ്ട്. ഇത് കൂടാണ്ടുള്ള ഈ ബോട്ട് യാത്രയാണ്. അപ്പോൾ ഈ ബോട്ട് യാത്രത്തെ വിശേഷങ്ങളാണ് കൂടുതൽ വീഡിയോയിൽ പറയുന്നത്. സൈലന്റ് വാലി കാട് നിന്ന് ഒഴുകി ഏകദേശം 110ഓളം കിലോമീറ്റർ ഒഴുകിയാണ് നമ്മുടെ കടലുണ്ടി പുഴ അറബിക്കടലിൽ പോയി ചേരുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി റിസർവും കൂടിയാണ്. അതുകൂടാണ്ട് ഒരു ബേർഡ് സാഞ്ചറിയും കൂടിയാണ്. വളരെ സസ്റ്റൈനബിൾ രീതിയിലാണ് ഇവിടുത്തെ ബോട്ട് യാത്ര ഒരുക്കിയിട്ടുള്ളത്. മെക്കനൈസ്ഡ് ആയിട്ടുള്ള ബോട്ടല്ല, നമ്മുടെ സാധാ രീതിയിൽ കൈകൊണ്ട് തുഴഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതൊരു കോ എക്സിസ്റ്റന്റ് മോഡലാണ്. അതായത് നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ടൂറിസം ആണ്. അവിടുത്തെ കണ്ടൽക്കാടുകൾ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവും കൂടിയാണ് ഇത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ വളരെ രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. ഈ കണ്ടൽക്കാടുകളുടെ കാര്യം പറയാം. ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്നത് പ്രാന്തൽ കണ്ടൽ എന്ന് പറഞ്ഞ ഒരു ഇനയാണ്. അത് കൂടാണ്ട് തന്നെ ഈ കാണുന്ന പാച്ചസ് എല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ച കണ്ടലുകളാണ്. വേലിയേറ്റ സമയമാണെങ്കിൽ നമുക്ക് ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ തോണി പോകാൻ പറ്റും. അത് ഭയങ്കര രസമാട്ടോ. നല്ലൊരു ഫോട്ടോജനിക് മൊമെന്റ് ആണ്. അപ്പോൾ രസകരമായിട്ട് ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുമേ. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഇലകളെ, അതായത് കണ്ടലിന്റെ ഇലകൾ പറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉപ്പിന്റെ അംശം കാണാൻ പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയണ്ടായി ഇവന്മാർ നെമറ്റോഫോർസ് ആണ്. അതുകൊണ്ടാണ് ഈ അതായത് റൂട്ടിൽ കൂടെ ശ്വസിച്ചിട്ട് മാറി ഇലയിൽ കൂടെയാണ് ഇത് സെക്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ആ ഉപ്പിന്റെ അംശം കാണാൻ പറ്റും. ഇനി ഞാനേ നമ്മുടെ റെയിൽവേ പാലത്തിന്റെ അടുത്ത് പോയപ്പോഴാണ് കുറച്ച് പിള്ളേർ അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കയാക്കിങ്ങിന്റെ സ്പോട്ടും കൂടിയാണ് കേട്ടോ. ഈ പാലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ ദുരന്തം നടന്നിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു പാലത്തിന്റെ അവശിഷ്ടം ഉണ്ട് അവിടെ കാണാൻ പറ്റും. അന്ന് ഇതിന്റെ പില്ലർ പെട്ടെന്ന് വലിയൊരു മഴയിൽ താന്നു പോവുകയും അങ്ങനെയാണ് അവിടെ ആ ദുരന്തം ഉണ്ടായതെന്ന് പറയുന്നു. എന്തായാലും ആ ദുരന്തം ഒരു തീരാവേദനയായി. എനിക്കറിയുന്ന ഒരുപാട് പേര് ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ നാടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഈ കടലുണ്ടി പുഴയിൽ ഒരുപാട് മീൻ പിടിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രസകരമായ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാവേ. ഓക്കെ.